എല്ലാവരെ പോലെ നമ്മളും നല്ല ഒരു ഹാപ്പിനെസ്സിലാണ്. കാരണം പറയാലോ, ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെന്റ് ലൈക്ക് രഞ്ജി ട്രോഫി അതിന്റെ ഒരു ടോപ്പ് 2-ലെത്തുക ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മള് അത്രയും ഹാർഡ് വർക്കിലൂടെയാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തിയത്. യെസ്, നമുക്ക് എല്ലാവരും ആഗ്രഹം പോലെ നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടാനുള്ള നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഒരു ബാഡ് ലക്ക് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് പോലെ നമുക്കത് ഈ ഒരു തവണ നമുക്ക് നേടാൻ സാധിച്ചില്ല. സ്റ്റിൽ നമ്മൾ ഈ ഒരു റണ്ണറപ്പ് ആയാൽ വി ആർ വെരി ഹാപ്പി. അറിയാലോ, ആ ഒരു ജേർണി ഇതൊരു ജേർണിയാണ്. അപ്പൊ ഞാൻ കേരള ടീമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 15 years ആയി. 2009 ഞാൻ ഡെബ്യൂ ചെയ്തത്. അപ്പൊ അന്ന് തൊട്ട് നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു പിന്നെ ഡൊമസ്റ്റിക് കപ്പ്. അപ്പോ അത് എനിക്ക് ഒരു 15 years എടുത്തു ആ ഒരു ഫൈനലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോ ഇതൊരു സ്റ്റാർട്ടായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്, നമ്മുടെ കേരള ടീമും കേരള ക്രിക്കറ്റ് അസോസിയേഷനും. അപ്പം നമ്മുടെ ടാലൻസ് ഇപ്പം എല്ലാവരും കണ്ടതാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏത് ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മുടെ കേരള ടീമിലുണ്ടെന്ന് നമ്മൾ ഇന്ത്യൻ സെലക്ടേഴ്സിന്റെ അടുത്തും അല്ലെങ്കിൽ എല്ലാ ഡൊമസ്റ്റിക് ടീമിന്റെ അടുത്തും നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇനിയും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ കമ്മിങ് സീസണിൽ തന്നെ നമ്മൾ നല്ല പ്രകടനം കാഴ്ചവെച്ച് നമുക്ക് ഒരു സ്റ്റെപ്പ് ഹയർ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു സ്റ്റെപ്പ് ഹയർ പോകണം എന്നുള്ള കാര്യം. നമ്മൾ സെമി ഫൈനൽ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അടുത്ത ഒരു ലക്ഷ്യത്തിന് ഒരു സ്റ്റെപ്പ് ഹയർ പോകണം എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുകയാണ്, അടുത്ത നമ്മൾ എത്തുമ്പോൾ ഒരു സ്റ്റെപ്പ് ഹയർ പോയി നമ്മുടെ എല്ലാവരുടെയും ആ ഒരു സ്വപ്നമായ ഒരു ചാമ്പ്യൻഷിപ്പ് കേരളത്തിന് കൊണ്ടുവരാൻ തന്നെയാണ് ആസ് എ ക്യാപ്റ്റൻ, ആസ് എ ഒരു ഇത്രയും നാളെ കേരള ക്രിക്കറ്റിനെ സെർവ് ചെയ്ത ഒരു പ്ലെയർ എന്ന രീതിക്ക് എന്റെയും നമ്മുടെ ടീമിലുള്ള എല്ലാവരുടെയും നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫ് മച്ചാൻ സർ, പി പ്രശാന്ത്, നമ്മുടെ സെലക്ടർ, കോച്ച് അമേഷ് സർ, എല്ലാവരുടെയും ആഗ്രഹം. അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു കേരളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്, എസ്പെഷ്യലി ഫ്രം മീഡിയ ആൻഡ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും നമുക്ക് തന്നത്. അപ്പൊ അതിന് വലിയൊരു താങ്ക് യു. അപ്പൊ ഇന്നലെ തന്ന സ്വീകരണം തന്ന നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന് വലിയൊരു താങ്ക് യു പറയുന്നു. പ്ലസ് KCA അവിടെ വന്ന എല്ലാ ഫാൻസിനും എല്ലാ KCA മെമ്പേഴ്സിനും വളരെ താങ്ക് യു. നമ്മളിപ്പോ ഇന്നലെ നമ്മുടെ ടീം മാനേജർ മച്ചാൻ സാറ് നമ്മുടെ അടുത്ത് പറഞ്ഞൊരു ന്യൂസ് ഇതാണ്. നമ്മളിപ്പം കാരണം നമുക്ക് എപ്പോഴും രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻസ് തരുന്ന ഒരു ഗെയിമാണ്. അപ്പം അത് നമ്മള് കേരളത്തിൽ കളിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഔട്ട് സ്റ്റേഷനിൽ കളിക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ തണുത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് പാടാണ്. ഗ്രീൻ വിക്കറ്റ് കളിക്കുമ്പോഴത്തേക്കും അതൊരു ഡിഫറൻസ് ആണ്. അപ്പൊ അത് കളിക്കാൻ വേണ്ടി നമ്മുടെ കേരള ടീം നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് 2 months ഈ April May IPL ടൈമിൽ നമ്മൾ ജമ്മു കാശ്മീരിലും അതിനുശേഷം ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്ത് നമ്മൾ ഇംഗ്ലണ്ടിലും നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ അതൊക്കെയാണ് ഇനിയുള്ള ഒരു 4 months നമ്മുടെ ഒരു പ്ലാൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഒരു വരും തലമുറ സച്ചിന് ശേഷം ഇനിയുള്ള ഒരു നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇവരിലൊക്കെയാണ്. അപ്പോൾ കേരളത്തിന്റെ പുതിയ ഭാവിയെ കുറിച്ച് എന്താണ് സച്ചിൻ പറയുന്നത്? കാരണം അവരെല്ലാം ഭയങ്കര ടാലന്റ് ഉള്ള പ്ലേയേഴ്സ് ആണ്. അപ്പൊ ഇവര് ഇമ്രാൻ, ഈ ഷോൺ, ഏതൻ മാത്രമല്ല, ഇനിയും നമുക്ക് അതിൽ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. Under 23 കളിക്കുന്നതും Under 19 കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം അതൊക്കെ നമ്മള് അവരുടെയൊക്കെ ഇപ്പൊ ഇമ്രാന്റെ ഒരു ടാലന്റ് നമ്മൾ കണ്ടത്, ഏഡൻ ആപ്പിളിന്റെ ടാലന്റ് കണ്ടത് എല്ലാം നമ്മളിപ്പോ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് എന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് നമ്മൾ കണ്ടത്. അപ്പം ആ ഒരു ഇതിലും നമ്മള് ഏത് ടീമിൽ കളിക്കുമ്പോഴാണെങ്കിലും അവരുടെയൊക്കെ ഒരു ബാറ്റിംഗ് ബോളിംഗ് കാണുമ്പോഴത്തേക്കും യെസ്, അവരും നമ്മുടെ ഒരു വലിയ സീനിയർ ടീമിൽ കളിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റി. ഇപ്പൊ ഏഡനാണെങ്കിലും ഒരു 2 വർഷം മുന്നേ രഞ്ജി ട്രോഫിയിൽ നമ്മൾ ഡെബ്യൂ ചെയ്തൊരു പ്ലെയറാണ്. ഡെബ്യൂവിൽ തന്നെ ഒരു 5 വിക്കറ്റ് നേടിയൊരു പ്ലെയറാണ്. അപ്പൊ അതുപോലത്തെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കേരള ക്രിക്കറ്റിന് എപ്പോഴും ഒരു മിസ്സായിട്ട് തോന്നിയത് ഒരു എക്സ്പോഷറാണ്. കാരണം നമ്മള് ലൈവ് ഗെയിംസ് കളിക്കുന്നത് നമ്മൾ ഭയങ്കര കുറവാണ്. അപ്പൊ ലൈവ് ഗെയിംസ് കളിച്ചാലാണ് ഇപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ എത്ര പേര് കളി കാണാൻ കുറച്ച് പേരെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ നമ്മൾ TV വരുമ്പോഴത്തേക്കും എത്ര പേര്, കാരണം ഇപ്പൊ ഒരു എയർപോർട്ടിൽ പോയാലും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയാലും അവിടെ സ്റ്റാർ സ്പോർട്സിന്റെ ചാനൽ എപ്പോഴും ഓൺ ആയിട്ട് ആ മാച്ച് എപ്പോഴും കാണുന്ന ഒരു ഇതുണ്ട്. അപ്പൊ നമ്മളൊരു ലീഗ് മാച്ചിൽ ഒരു 7 മാച്ച് കളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ 2 വർഷത്തിൽ ഒരു മാച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്, ലൈവ് മാച്ച്. അപ്പൊ അതില് നമുക്ക് നമ്മുടെ കേരള പ്ലേയേഴ്സിനെ ആർക്കും അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ IPL കളിക്കണം. ഇപ്പൊ നമ്മൾ IPL കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവർ എക്സ്പോഷർ കിട്ടും. നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ നിന്ന് നമ്മളിപ്പം IPL കളിച്ച ഇപ്പം വിഷ്ണു, വിനോദ്, സഞ്ജു,
ഞാൻ ബേസിൽ തമ്പി അങ്ങനെ 4 കുറച്ച് പ്ലേയേഴ്സിനെ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പൊ നമ്മള് പുറത്ത് കളിക്കാൻ പോയി. നമ്മളിപ്പോ കൊൽക്കട്ടയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ ആൾക്കാർ നമ്മുടെ ഫൈനലില് നമ്മുടെ മാച്ച് ജയിച്ചപ്പോഴുള്ള അവർ പറഞ്ഞു ഓക്കെ ബയ്യ യു പ്ലേ റിയലി വെൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരെ നമ്മുടെ ഒരു റീച്ച് എത്തുകയാണ്. അത്രയും നമുക്ക് ആ ഒരു പ്ലേയേഴ്സിന്റെ എക്സ്പോഷർ കിട്ടുമ്പോഴത്തേക്കും അവരും ആലോചിക്കും ഓക്കെ ഏഡൻ ആപ്പിൾടോം ഇങ്ങനെയാണ് അറിയുന്നത്, അവരെ കുറച്ച് നോക്കണം. അല്ലെങ്കിൽ ഇമ്രാൻ ഇപ്പം ഒരു പുതിയൊരു ബഡി ക്രിക്കറ്ററാണ്, അണ്ടർ 19 ഹൈസ് റൺ ഗെറ്ററായിരുന്നു. വരുൺ നായനാർ അണ്ടർ 23 ഹൈസ് റൺ ഗെറ്ററായിരുന്നു. അപ്പൊ നമുക്ക് കറക്റ്റ് സമയത്ത് ആ ഒരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും അങ്ങനത്തെ പ്ലേയേഴ്സ് വരും. അപ്പൊ ഞാനും അതുപോലെ വന്നൊരു പ്ലെയറാണ്. ഞാൻ അണ്ടർ 22 ഒരു 100 അടിച്ചാണ് ഞാൻ രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്യുന്നത് 2009. അപ്പോൾ അതുപോലത്തെ ഇപ്പൊ ഇവന്റെ ഒരു അഭിഷേക് ജയ് നായർ ഒരു പ്ലെയർ ഉണ്ട്. കാരണം നമ്മൾ എല്ലാവരും കണ്ടാണ് നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഫൈനൽ ഒരു 100 അവർ കെ എൽ രാഹുലിനെ പോലെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ്. അതുപോലത്തെ കുറെ പ്ലേയേഴ്സ് ഇനിയുണ്ട്. അപ്പൊ അവരൊക്കെ ഇനി വരും വർഷങ്ങളിൽ നമ്മുടെ സെലക്ടേഴ്സും അസോസിയേഷൻ ചേർന്ന് നമുക്ക് അവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുത്ത് പി പറഞ്ഞ ഈ എക്സ്പോഷർ ടൂർസ് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ ചാൻസ് കൊടുത്ത് നമ്മൾ അവരെയും നമ്മുടെ ഈ ലൈഫിലായിട്ട് കൊണ്ടുവരാൻ നോക്കും. അല്ല, അത് രണ്ട് ഫോമാറ്റാണ്. പക്ഷെ ഈ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം ഈ മാച്ചസ് കുറെ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്കും ഒരു ഇത് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏഡൻ ആപ്പിൾടോം, അപ്പോഴത്തേക്കും ഇപ്പൊ ഒരു അറിയാത്തൊരു പ്ലെയർ വരുമ്പോഴത്തേക്കും അവർ നോക്കത്തില്ല ഏഡൻ ആപ്പിൾടോം എന്ത് ബോളിംഗ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. കാരണം ഏഡൻ ആപ്പിൾടോം അണ്ടർ 19 ഇന്ത്യൻ ഒരു ക്യാമ്പിലുള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ അങ്ങനത്തെ ഇത് കിട്ടുമ്പോഴത്തേക്കും അവർക്കും അറിയാം. ഇപ്പം നമ്മുടെ കുറെ ടീമിന്റെ ആൾക്കാർക്ക് ഇപ്പം IPL ഇങ്ങനെ സ്കൗട്ടിന് ഓപ്ഷൻസ് വരുന്നുണ്ട്. ലൈക്ക് അവർക്ക് ഇപ്പം പി പ്രശാന്ത് ഇപ്പൊ നമ്മുടെ KKR TRD ആയിട്ട് നിയമിച്ചു. അപ്പൊ അതൊക്കെ ഇപ്പം നമ്മുടെ പ്രശാന്തിനും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് പ്ലേയേഴ്സിന് IPL ആയിക്കോട്ടെ, ഇപ്പം ദുലീപ് ട്രോഫി നമുക്ക് ഇറാനി കപ്പ് വരുന്നുണ്ട്. അതിന്റെയൊക്കെ സെലക്ഷൻ ട്രയൽസിന് പോകുമ്പോഴത്തേക്കും ഈ എക്സ്പോഷർ ഒക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം സൗത്തിൽ നിന്നുള്ള ഒറ്റ ടീമാണ് നമ്മുടെ സെമി ഫൈനലിലും ഫൈനലിലും കളിച്ചത്. അപ്പൊ നമ്മുടെ പ്ലേയേഴ്സിന് ഇനിയും കൂടുതൽ അവസരം കിട്ടാനും ഈ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം അവരുടെ നെയിം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതിന് മുമ്പാണെങ്കിലും 2 തവണ സെമി ഫൈനൽ ലഭിച്ച ക്യാപ്റ്റൻ. അപ്പോൾ അതിന് മുമ്പാണ് വിദർഭയോടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണയാണ് സമനിലയിൽ വിദർഭ കത്തെടുത്തത്. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നത് ഓൾറൗണ്ടുമായി ചില ആളുകൾ പരിക്കുണ്ടായിരുന്നു. ബാബാരും അവരനുസരിച്ച പരിക്ക്. അപ്പൊ അതും കൂടി നികത്തിയിരുന്നെങ്കിൽ ഒരു കപ്പ് നേടാമെന്നുള്ളൊരു പ്രതീക്ഷ. അല്ല, നമ്മളിപ്പോ നമുക്ക് നമ്മുടെ മെയിൻ 2 പ്ലേയേഴ്സ് ആണ് മിസ് ഔട്ട് ആയത്. ബാബ അപരിജിത്ത്, നമുക്ക് സഞ്ജുവും ഇഞ്ചോർഡ് ആയി. അപ്പൊ ആ 2 പ്ലേയേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും ഒരു പൊസിഷനിലെത്തിയത്. അപ്പൊ ശരിക്കും നമ്മളത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബാബ അപരിജിത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, കാരണം അത്രയും രഞ്ജി ട്രോഫി മത്സരം കളിച്ച് തമിഴ്നാട് കളിച്ചൊരു പ്ലെയർ ആണ്. പ്ലസ് ഈസ് ഒരു ഓൾറൗണ്ടർ കൂടെയാണ്. നമ്മൾ ബാറ്റിംഗിലും ബോളിംഗിലും അദ്ദേഹത്തിന്റെ നമ്മൾ ഫസ്റ്റ് മാച്ച് തന്നെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്. നമ്മൾ ആ ഒരു മധ്യപ്രദേശ് മാച്ചിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കാല് വയ്യാണ്ട് പോലും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ആ ഒരു 3 പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്ലെയർ ശരിക്കും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നു എല്ലാം ഒരു നമ്മളൊരു ബാഡ് ലക്ക് എന്ന് അവിടെയും പറയാൻ പറ്റില്ല. പ്ലസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇമ്രാനും നമ്മുടെ വരുൺ നായറിനൊക്കെ നമുക്കിപ്പം ലോകം ഫുള്ള് കാണാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ ഇപ്പം ബാബ അപരിചിത്തുണ്ടായിരുന്നെങ്കിൽ ഇമ്രാൻ ഇപ്പൊ ഒരു മാച്ചിൽ കളിക്കും ഉണ്ടാവത്തുണ്ടാവില്ല. അപ്പം അതെല്ലാം നല്ലതിനെ. കാരണം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ എ റീസൺ എന്നുള്ളൊരു കാര്യം. സോ യെസ്, മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള താരങ്ങൾ നമ്മുടെ ടീമിലുണ്ട്. ശരിക്കും ഇത് ഭയങ്കര ചലഞ്ചിങ് തന്നെയായിരുന്നു. കാരണം ആ ഒരു ഫോമാറ്റിൽ നിന്ന് മാറി വീണ്ടും T20 കളിക്കുക, പിന്നെ ഒരു 50 ഫോമാറ്റ് കളിക്കുക, പിന്നെ വീണ്ടും കളിക്കുക എന്നുള്ള കാര്യം. കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗെയിം ഈസ് ഓൾ അബൌട്ട് ഒരു ഹാൻഡ്ലിംഗ് ആ ഒരു ചലഞ്ച് ഹാൻഡിൽ ചെയ്തത് തന്നെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കൊരു T20 പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും, 1 ഡേ പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും, നമ്മള് മുട്ടേണ്ട സിറ്റുവേഷനും വരും. അപ്പോൾ ഇനി T20 നമ്മൾ പെട്ടെന്ന് ഒരു 5 വിക്കറ്റ് പോയാൽ നമ്മളൊരു 1 ഡേ പോലെ കളിക്കുന്ന സിറ്റുവേഷൻ വരും.
അപ്പം അതൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ടെസ്റ്റിൽ വരെ T20 പോലെ കളിക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പൊ നമ്മൾ പോകേണ്ടത്. പക്ഷെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ ആ ഒരു സാഹചര്യമായി പൊരുത്തപ്പെട്ട് കളിക്കുക തന്നെയാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അപ്പം എനിക്ക് ഈ വർഷം BCC ഒരു എക്സ്പെരിമെന്റ് പോലെ അവർ നോക്കിയതാണ്. അപ്പൊ ഈ നമുക്ക് ഫൈനലിലും മത്സരത്തിന് മുന്നേ ടീം മീറ്റിംഗിലും അവരുടെ ഒരു BCCയുടെ പ്രതിനിധി വന്ന് നമ്മൾ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു യെസ്, നമുക്കൊരു കറക്റ്റ് ഒരു ബ്രേക്ക് കിട്ടും. കാരണം എന്താ 7 മാച്ച് കളിക്കുക അല്ലെങ്കിൽ 10 മാച്ച് കളിക്കുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ഒരു ബാറ്റ്സ്മാൻമാർക്ക് കുഴപ്പമില്ല, ആസ് എ ബോളേഴ്സ്. കാരണം ബാക്ക് ടു ബാക്ക് ഗെയിംസ് കളിക്കുമ്പോഴത്തേക്കും അവർക്കും ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് പല ടീമിലും ചെയ്യുന്ന വെച്ചാൽ ഒരു 3 ഫാസ്റ്റ് ബോളേഴ്സ് 3 മാച്ച് കഴിഞ്ഞിട്ട് ആ ഫാസ്റ്റ് ബോളർ റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒരു മാച്ച് ബ്രേക്ക് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അത് എസ്പെഷ്യലി നമ്മുടെ ട്രെയിനറിനും ഫിസിയോയ്ക്കും വലിയൊരു കെയർ കൊടുക്കണം. കാരണം നമ്മൾ ഈ വർഷം നമുക്ക് നമ്മുടെ എല്ലാ ഫാസ്റ്റ് ബോളേഴ്സും ഭയങ്കര നല്ല രീതിയിൽ ഒരു ഇഞ്ചുറി കൂടാതെ കഴിഞ്ഞ 3 വർഷം നോക്കിയത് നമുക്ക് വലിയ ഇഞ്ചുറീസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഈ വർഷം ചിലപ്പോൾ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആഗ്രഹം നമ്മൾ പഴയ പോലെ തന്നെ ആക്കാൻ തന്നെയാണ്. കാരണം ആ ഒറ്റ ഒരു സ്ട്രെച്ചിൽ തന്നെ ഫുൾ മാച്ചിൽ കളിച്ചിട്ട് ഡിഫറെന്റ് ഫോമായിട്ട് കളിക്കുന്നത് തന്നെയാണ് ആഗ്രഹം. പിന്നെ ഒരു വെതറും ഒരു വലിയൊരു ചലഞ്ചിങ് തന്നെയാണ്. നമ്മുടെ ഇവിടെ പ്രശ്നമില്ല. പക്ഷെ നോർത്തിലൊക്കെ ഇപ്പൊ നമ്മള് ഹരിയാനയിൽ പോയപ്പോഴത്തേക്കും നമ്മള് ലാലിയിൽ കളിച്ചപ്പോഴത്തേക്കും അവിടെ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഒരു ഡിസംബർ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര മഞ്ഞാണ് അവിടെ. അപ്പൊ നമ്മള് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തും അതുവരെ അവിടെ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ചെന്ന് ആ മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഭയങ്കര മഞ്ഞ് ഫീൽ ചെയ്തു. അപ്പൊ എല്ലാ ദിവസവും അവിടെ കളി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 12 മണിയായിട്ടാണ്, ലഞ്ച് ടൈമിലാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെയും വലിയൊരു ഇതുണ്ടായിരുന്നു. കാരണം അവർക്ക് മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലുള്ള സംഭവം ഡൽഹി, നോർത്ത് ഈസ്റ്റ്, നോർത്ത് പാർട്ടിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് BCC എനിക്കൊന്നും അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ അത് എല്ലാവരുടെയും ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ക്യാപ്റ്റൻസ് മീറ്റിംഗ് ഉണ്ടാവും, എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. അപ്പൊ അതിലത് കൂടുതൽ ചർച്ച ചെയ്യും. അപ്പോൾ അത് നോക്കൗട്ട് മാച്ചിലേക്ക് വരുമ്പോൾ അത് ഒരു ഫെയർ സംഭവമാണോ? അതൊരു ഫെയർ ആയിട്ടുള്ള ചാൻസ് ഉണ്ടോ? അത് നമ്മളൊരു മാറ്റമായിരിക്കും അല്ലെങ്കിൽ ന്യൂട്രൽ വെന്യൂസ് പ്രിഫർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അത് ഏതെങ്കിലും ഒരു ടീമിന് രണ്ട് അഡ്വാൻറ്റേജ് കൊടുക്കുന്നു? ആ കാര്യത്തിൽ നിങ്ങൾ സജഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ BCCയുടെ ഭാഗത്ത് നിന്ന് അല്ല, അത് നമ്മള് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നോക്കൌട്ട് സ്റ്റേജിൽ ആ ഹോം അഡ്വാൻറ്റേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടർ തന്നെയാണ്. എസ്പെഷ്യലി ക്ലൈമറ്റ്, ആ ഒരു പിച്ച് കണ്ടീഷൻ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും നമുക്കത് നമ്മള് ക്വാർട്ടർ ഫൈനൽ കളിച്ചത് ഒരു ന്യൂട്രൽ വെന്യൂലാണ്. കാരണം ജമ്മു കാശ്മീരിനും അവിടെ ഈ സെയിം ക്ലൈമറ്റിന്റെ ഒരു ഇഷ്യൂ കാരണമാണ് നമ്മൾ പൂനെയിൽ ആ ഒരു മാച്ച് കളിച്ചത്. സെമി വന്നപ്പോഴത്തേക്കും നമ്മൾ ഗുജറാത്ത് അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി. ഇപ്പം ഫൈനൽ വന്നപ്പോഴും അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. അപ്പൊ നമുക്കൊരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു നോക്കൌട്ട്സ് തൊട്ട് ന്യൂട്രൽ വെന്യൂസിൽ നടത്തണം എന്നുള്ള കാര്യം.